ഏത് ട്രെയിൻ പോയാലും തിരഞ്ഞു വിളിച്ച് ആ റൂട്ടിൽ പോയി ഇന്ന് ട്രെയിൻ തപ്പും. ആക്ച്വലി അവരോട് നടന്നെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ടോ. സോ ഹലോ ഗൈസ്, നമ്മളപ്പം ഇന്ന് മുതൽ നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബേസിക്കലി ഇന്നപ്പം നമ്മൾ കാറ് സർവീസിങ്ങിനാണ് പോകുന്നത്. ഫസ്റ്റ് അതിനുള്ള ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ പറ്റി കൂട്ടുകാരെ അപ്പോൾ ഇതുവരെ പൊളിടെക് ഫോക്കസിലെ നമ്മുടെ ചാനലിലെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സിദ്ധാർത്ഥ് ബ്രോയുണ്ട് എന്തുണ്ട് ബ്രോയ് എന്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് ഉദ്ദേശം വെച്ചാൽ പരമാവധി നമ്മൾ മറ്റേ ചാനൽ ഇടാൻ കവറപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിക്കുള്ള വീഡിയോസ് എടുക്കാൻ നമ്മൾ പറയാൻ നോക്കുന്നു. നമ്മൾ പല സ്ഥലങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. പരമാവധി അവരെല്ലാം പോയി വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അധികം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഒരാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്ത് ചവിട്ടുന്ന അടിക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നോക്കാതെ കാർ സർവീസായിട്ട് കൊല്ലത്തോട്ട് പോവുക. നമ്മൾ വേറെ കൊട്ടാരക്കര റൂട്ട് വഴി പിടിക്കാതെ, അതായത് ഡയറക്റ്റ് കൊല്ലം പിടിക്കാതെ നമ്മൾ ഏത് വഴി ഇറങ്ങി ഓയു വഴി കയറുക. അപ്പം വലിയ തിരക്കും ഇല്ല. ഒന്നതിപ്പോൾ നല്ല രാവിലെ നല്ല തിരക്കുമായിരിക്കും, അല്ല കട്ട വെയിലുമായിരിക്കും. ഈ വെയിലത്ത് പറഞ്ഞ ഒരു കാറിലാണ് പോകുന്നതെങ്കിൽ AC ഉണ്ടെങ്കിൽ പോലും നല്ല ഓട്ടോമാറ്റിക്കൊന്നും അല്ലാത്തൊന്ന് ക്ലച്ച് വെട്ടി പട്ടാരം ഇറങ്ങും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഈ റൂട്ട് പോയിട്ടുമില്ല, ഈ റൂട്ട് പോയി നോക്കാൻ വിചാരിച്ചു. അങ്ങനെ പോവാം. ഓക്കെ. സോ നമ്മളപ്പോൾ അങ്ങനെ സർവീസ് സെൻ്ററിൽ വന്നു. സർവീസിന് വണ്ടി കൊടുത്തു. അപ്പം വണ്ടിക്ക് ഇപ്പം ടോട്ടൽ സർവീസാണ് വന്നേക്കുന്നത്. അപ്പം സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോൾ ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാനിപ്പം ഇനി വെളി വല്ലതും പോകണം. എത്ര സ്ഥലത്തിൻ്റെ പേരെന്ത് വരുന്നത്? നമ്മളാ പോകുന്ന സ്ഥലം കോട്ടയോ? തങ്കശ്ശേരി കോട്ട. ഇനി അവരാ പോകുന്നത്. അപ്പോൾ സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് പോകാൻ വിചാരിച്ച്. അപ്പോൾ സാധനമുണ്ട്, ഇനി അതും കൂടെ എത്തുക. അപ്പോൾ ഞങ്ങൾ കാർ സർവീസ് സെൻ്ററിൽ ഞങ്ങൾ ഇപ്പം ബാക്കി മറ്റേ ചാനലിൽ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇറങ്ങി പോവാം. ഏത് കോട്ടയെന്ന് പറഞ്ഞാൽ തങ്കശ്ശേരി കോട്ടയിലേക്ക് അപ്പോൾ വന്നത്. അവിടെ വെച്ച് റെക്കോർഡ് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പം ബസ് സ്റ്റോപ്പിലെത്തി. ഇപ്പം ബസ് ഇറങ്ങാൻ നിൽക്കുമോ? നല്ല കൊട്ട വെയിലാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഈ ക്ലോക്ക് ടവറിൻ്റെ കുറച്ച് വിഷ്വൽ എടുക്കാൻ വന്നത്. അപ്പോൾ അങ്ങനെ വിഷ്വൽ ഞങ്ങൾ ഇറങ്ങുക മറ്റേ ഇതിലേക്ക്, ആ ഒരു പൊളിടെക് ഫോക്കസ് എന്ന ചാനലിലേക്ക് ഞങ്ങൾ വിഷ്വൽ എടുത്തു. ഞങ്ങളിനി അത് കുറേ റെയിൽവേ സ്റ്റേഷൻ കുറേ ഷോർട്സ് എടുത്താലും നല്ല വെയിലാണ്. കൊട്ട വെയിലത്ത് ഈ പ്രാന്തരം വേറെ ആരും കാണിക്കണം, ഞങ്ങളെ കാണിക്കത്തുള്ളൂ. ഇനി റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകണല്ലേ? അതെ. അപ്പോൾ അതിന് ഷോർട്ട് വഴി ഇറങ്ങുന്ന പറഞ്ഞ് ആ ഷോർട്ട് കട്ട് വഴി ഇനിയിപ്പോൾ നോക്കാം. ഏതോ ഹിഡൻ സ്പോട്ടാന്ന് പറഞ്ഞ് വിളിച്ചെന്ന് വന്ന് ട്രാക്കിൻ്റെ അടുത്തോട്ട് വന്നതാണ്. പിന്നെ കുറേ ഷോർട്സ് കിട്ടി. പിന്നെ ഇനി ബാക്കി ഷോർട്സിൽ എടുക്കണം. ഗൈസ്, നമ്മൾ ചരിത്ര പ്രധാനമായ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. കേട്ട് പരിചയമുള്ള കാര്യമായിരിക്കും, എങ്കിലും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ള സ്റ്റേഷനാണ് കൊല്ലം. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഗാർഡ് സെക്ഷൻ റെയിൽവേ കൊല്ലം ചെങ്കോട്ട. അത് പോകുന്നത് കൊല്ലം ചെങ്കോട്ട. അതിൻ്റെ ഒറിജിനേറ്റിംഗ് പോയിന്റ് ആണ് കൊല്ലം. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പോയിട്ട് വരാം. ഓക്കെ. ഒരു നോട്ട പശ
സോ ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ക്ലിപ്സ് ക്യാപ്ചർ ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ മറ്റേ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. ക്ലിപ്സ് എടുക്കാനാന്ന് പറഞ്ഞ് ഇവൻ ട്രാക്കിന്റെ അങ്ങേയറ്റം മുതൽ ഇപ്പം നടത്തിയത്. ഇതൊരു ട്രെയിൻ ഭ്രാന്തനാണ്, അത് ഭയങ്കര ട്രെയിൻ ഭ്രാന്താണ് അതിന്. ഏത് ട്രെയിൻ പോയാലും കുഴപ്പമില്ല, ഏത് ട്രെയിൻ പോയാലും തെരഞ്ഞു വിളിച്ച് ആ റൂട്ടിൽ പോയിരുന്ന് ട്രെയിൻ തപ്പും. അപ്പൊ നമ്മള് ട്രെയിനിൽ നിന്ന് ആ വിഷ്വൽ എന്തോ സംഭവം എന്തെന്ന് വെച്ചാൽ പോലീസുകാർ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞു നമ്മൾ ചാടി കയറി. ഞങ്ങളൊരു ട്രെയിൻ കണ്ടപ്പോൾ ഞാനൊരു ട്രെയിൻ പ്ലാനായതുകൊണ്ട് മച്ചാനെയും കൂടെ ഞാൻ കൊണ്ട് ഒരു സ്ലീപ്പർ കോച്ചിൽ കയറി. അത് ട്രെയിനോടെ നിർത്തിയിട്ടേക്കണം, ട്രെയിൻ വൈകിട്ട് അങ്ങോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പൊ ചാടി കയറി ആ കോച്ചിൽ തന്നെ പോലീസുകാരുണ്ടായിരുന്നു. കറക്റ്റ് കയറി. അപ്പൊ അവര് പെട്ടെന്ന് ചോദിച്ചു, ഞങ്ങള് തൊപ്പിയും ബാഗും ഒക്കെ ഇട്ടോണ്ടാണ് ഞങ്ങൾ പോയത്. ഒന്നാമത് വേറൊരു സിറ്റുവേഷൻ ഇപ്പൊ നടക്കുന്നത് കേരളത്തിൽ. അതെ, അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ജാഗ്രത ഉണ്ട് ഇല്ലെന്നല്ല. അതെ, ഞങ്ങൾ ചാടിക്കറി പോയപ്പോ അവര് ചോദിച്ചു എന്ത് ചെയ്യാ. ഞങ്ങളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനാ, യൂട്യൂബ് ചാനലിന് വേണ്ടി. അപ്പൊ എന്താ ജോലി ഉണ്ടോ? ഞങ്ങളില്ല, പഠിക്കുക, വിദ്യാർത്ഥികളാണ്. ഞാനിവിടെ ഫിസിക്സ് കില്ലാടിയാണ് മച്ചാൻ, ഞാൻ നിയമമാണ് പഠിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ആധാറും മറ്റു കാര്യങ്ങളും കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു. പുള്ളി പെട്ടെന്ന് കലിപ്പൊന്നും വിചാരിച്ചില്ല. പുള്ളി മച്ചാന്റെ ഫോൺ കണ്ടപ്പോ അങ്ങ് വീണു. 24 അൾട്രാ പറഞ്ഞു, കാര്യം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അതെ, ഫോൺ ചോദിച്ചു. എന്നിട്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ ഫേമസ് ആണോ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഫേമസ് ആയി വരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ നിർത്തി. അതിന്റെ ചെറിയ വിഷ്വൽ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ചെറിയൊരു വിഷ്വൽ അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ സത്യം പറഞ്ഞാല് നല്ലല്ലേ ഇങ്ങനെ പെട്ടെന്ന് നല്ല കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഇൻ കേസ് ഞങ്ങളിപ്പോൾ ആ വഴി പാസ് ചെയ്യുന്ന വഴിക്ക് ആരുടെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും പകർത്തിയാൽ പിന്നെ ഇനി എന്തെങ്കിലും കേസോ ഇഷ്യൂസോ വരുമ്പം അവർ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ ഫയൽ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് എന്തെങ്കിലും കേസോ ഇഷ്യൂസോ എന്തെങ്കിലും റിസോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക്. അതെ, അതിനൊക്കെയാണ്. അതെ, അത് മാത്രമല്ല നമ്മള് രണ്ട് ചെറുപ്പക്കാരപ്പം നമ്മളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നമ്മള് വീഡിയോസ് ഒക്കെ ഇടുന്ന ആളെ. പക്ഷെ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു നിർത്തിയിട്ട് ട്രെയിനിൽ കയറുന്ന എന്തിനാന്നൊക്കെ ഉള്ള സംശയം നമ്മളിപ്പോ ഇതേപ്പറ്റി പാഷനേറ്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പം കൊല്ലത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു രീതി എടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ അങ്ങനെ കറങ്ങിയൊക്കെ എടുത്തത്. പക്ഷെ അപ്പൊ എങ്ങനെ പോയാലും എവരാണെങ്കിലും മുൻകൂട്ടി പെർമിഷൻ ഒക്കെ എടുക്കുക, എന്തൊക്കെ പോയി എടുക്കുക. അപ്പം നമുക്കത് മനസ്സിലായി, നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നു. സോ ദാറ്റ് വാസ് എക്സാക്ട്ലി ഹാപ്പൻ ദെയർ. ഇനി ഇവിടുത്തെ വീഡിയോ എല്ലാം എടുത്തിട്ട് പോകണം. അതാ പരിപാടി. ഞങ്ങളെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാം. ശരി. അപ്പം ഞങ്ങൾ ഇത്ര നേരം ഞങ്ങളുടെ വീഡിയോ എല്ലാം ആ മരത്തണലിൽ ഷൂട്ട് ചെയ്തല്ല. ഇവരെങ്കും ഉദ്ദേശിച്ച പോലെ തണലൊന്നുമില്ല, അത് പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ 2 ലോങ് വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇനി അത് എഡിറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഹെക്ടിക് ടാസ്ക്. അപ്പം ഇത് കണ്ടപ്പോൾ ഒരു ഗ്ലാക്കുളാക്കോട്ട പോലെ തോന്നുന്നു. കണ്ടോ, പരുന്താണ്, പക്ഷേ അത് വവ്വാലൊന്നും അല്ല. ഇല്ലേ, അതേപോലെ തോന്നുന്നില്ലേ? ചെറുതായിട്ടൊരു അതേപോലത്തെ ഫീലില്ലേ, ചെറിയൊരു ഫീല് പോലെ ഉണ്ട്. സോ നമ്മളിനി പാക്കപ്പ് ചെയ്യാണ്, ഇവിടുന്ന് ഇനി പോവാണ്. അല്ല, അത് മുകേഷ് MLA വന്നപ്പം റെഡിയാക്കിയല്ലേ അത്. നമ്മൾ ഒരിക്കൽ അവിടെ വന്നായിരുന്നു, പക്ഷെ അന്ന് വ്ലോഗൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അങ്ങ് അറ്റം വരെ എനിക്ക് 2 കിലോമീറ്റർ ഉണ്ട്. അങ്ങ് അറ്റം വരെ 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. രണ്ടും കൂടെ പ്രാന്ത് വലിച്ച് അവിടെ നടന്നു. ഞങ്ങൾ അങ്ങ് അറ്റം വരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 കിലോമീറ്റർ അപ്രോക്സിമേറ്റ് ഉണ്ടായിരുന്നു, മൊത്തം 4 കിലോമീറ്റർ. ഇതിപ്പം മഴക്കോൾ നല്ലപോലെ അരിച്ചു. പിന്നെ ഞങ്ങൾക്ക് സ്കൂട്ടായാലേ ഇനി ഇത് സ്ഥലത്ത് എത്താൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ കുടയോ വടിയൊന്നും ഇല്ല. ഫോണും ലാപ്ടോപ്പും എല്ലാം ഞാനേ. സോ നമുക്ക് വാങ്ങി അപ്പം ഞങ്ങളെങ്കിൽ പോവാം. പറ്റി വേണ്ട കടി വല്ലതും കിട്ടിയ നാളത്തെ പരിപാടി ക്യാൻസൽ ആയി. വാങ്ങിച്ചു തരാം. ഞങ്ങൾക്ക് ഇനി ഫുഡ് അടിക്കാന്ന് പറഞ്ഞിരിക്കുക. നീ ഇതെല്ലാം പാക്കപ്പ് ചെയ്യണം. ഇതിൻ്റെ ഇറക്കി ഒരു പണിയെന്ന് വെച്ചാൽ ഇതിന് ഇറക്കി മേലിൽ നിന്നൊരു പണിയും കിട്ടി. റിച്ചസ്റ്റ് പേഴ്സൺ ഓഫ് അവർ വില്ലേജ് സന്തു ബ്രോന്റെ വഴിയാണ്. ഓഹോ, ചെയ്തില്ല. ഇതാണ് ഞങ്ങളുടെ കൊല്ലം. ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് പോയത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ പെട്ടുപോയനെ, ഇത്ര ദിവസം വീഡിയോ എടുക്കുന്ന അവസ്ഥയായി പോയത്. ഇനി ഇറങ്ങിയപ്പോൾ നല്ല രീതിക്ക് കാറ്റില്ലേ, നല്ല കാറ്റ്, നല്ല മഴയുണ്ട്. കാരണം ഇപ്പം ഏപ്രിൽ മാസമല്ലേ, അപ്പം അതുകൊണ്ട് മാർച്ച് തീരാറാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇവിടെ എപ്പോഴും മഴയാണ്. ഇവിടെ രാവിലെ മൊത്തം വെയിലായിട്ടെ ഉച്ചയ്ക്ക് ശേഷം മഴയാണ്. അപ്പോൾ നല്ല കോളുണ്ട്. സോ അതിൻ്റെ ബാക്കിൽ സയൻസ് ഒക്കെ പറഞ്ഞു എന്തുകൊണ്ട് റൈറ്റ് എപ്പോഴും മഴ ചെയ്യുന്നത്. മഴ പെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ നമ്മളൊക്കെ
കേരള ഇക്വറ്റോറിയൽ റീജിയൻ എടുത്തായതുകൊണ്ട് തന്നെ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടുന്തോറും 7% കാർമേഘങ്ങൾക്ക് വെള്ളം പിടിച്ചെടുക്കാനുള്ള കഴിവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഈർപ്പം മൊത്തം പിടിച്ചു വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അത് മൊത്തം തിരിച്ചങ്ങ് പെയ്തു കൊടുക്കും. അതാണ് ഇവിടെ ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബസ് തപ്പിയുള്ള യാത്രയിലാണ്. ഈ സമയത്ത് ബസ് അറിയത്തില്ല. ചോദിച്ചിനി ബസ് കയറി ഇവിടുന്ന് സ്കൂട്ടായി. ഇനി മറ്റു സ്ഥലത്തിൻ്റെ പേരും തന്നെ പറയും. മറ്റു സ്ഥലത്തിൻ്റെ പേരും തരുന്നു. നമ്മൾ പോകേണ്ട ആയത്തിലേക്കുള്ള ബസ്സാണ് പോകുന്നത്. അത് വന്ന ബസ് അതുമല്ല വന്നു അതേപോലെ തോന്നുന്നു. നമ്മളെ ബസ് ടെർമിനൽ തപ്പി നടക്കുമായിരുന്നു. വെണ്ടയ്ക്ക് ആശുപത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തപ്പുമായിരുന്നു. ഇനി എപ്പോഴും ബസ് അറിയത്തില്ല. ഇതിൻ്റെ ഒരു കാര്യം പറ്റി, ഇത് ബസ് ടെർമിനലാണ്, ബസ് സ്റ്റോപ്പല്ല. അപ്പോൾ ബസ് സ്റ്റോപ്പ് തൊട്ടപ്പുറത്തായിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങനെ വേറൊരു കാര്യം അവിടെ മനസ്സിലായി. ഇനി കുറച്ച് നടന്ന് അങ്ങ് വരേണ്ടിയുള്ള ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ പോയി എനിക്ക് കയറണം. കഴിച്ചില്ല. സമയം ഇപ്പം 1:30 അപ്പോൾ വെയിലും പറയാണ്ടൊരു ക്ഷീണം. നല്ല വെയിലല്ലേ? അതെ, നല്ല വെയില. ഇപ്പം തന്നെ മഴ പെയ്യാൻ പോകുന്നത് ഒരു വലിയ കുഴപ്പമില്ല. ഞങ്ങളിപ്പം അങ്ങനെയും പറയാം. സംഭവിച്ചു കഴിക്കാൻ ഓൾറെഡി മറ്റൊരു കറ കയറിയായിരുന്നു. വേറെ ഉദ്ദേശ സാധനം ഇല്ലായിരുന്നു. ബിരിയാണി അല്ല, വേറൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ മറ്റൊരു കറ കയറി. ഇപ്പം ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര ക്വാണ്ടിറ്റി, അതായത് 130 റുപ്പീസിനുള്ള അന്ന് ബേസിക്കലി ആ ബിരിയാണിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അതിനേക്കാളും കൂടിയ ക്വാണ്ടിറ്റിയിൽ ആ ബിരിയാണി കിട്ടി. അതായത് ഭയങ്കര ക്വാണ്ടിറ്റി അല്ലായിരുന്നു. അത്രേ നല്ല രീതിയിൽ ഉണ്ടായിരുന്നത്. ശരിയായിരുന്നു. കഴിച്ചപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ബസ് പോകാനാണ്. പക്ഷേ ആ ബസ് അങ്ങ് പോയി. നൈസായിരുന്നു. പൈസ കൊടുക്കുന്ന സമയം കൊണ്ട് ആ ബസ് അങ്ങ് പോയി കിട്ടി. അങ്ങനെ ബസ് കിട്ടി. ചിന്നക്കറയാണ് പിന്നെ ആയത്തിൽ. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടിയെല്ലാം കണ്ടിപ്പം ക്ലിയറെ സംസാരം വന്നിരിക്കുന്നത്. എക്സ്റ്റിമേറ്റ് ടൈം 4 മണിയായിരുന്നു. ഞങ്ങളിപ്പം 3:15 ആയിട്ട് ഞങ്ങൾ എത്തിയായിരുന്നു. ബസ്സിൽ ഓണായിരിക്കും. അത് പാട്ടേക്കുന്നത്. അപ്പം ഇനിയത് കളക്ട് ചെയ്തിട്ട് മറ്റേ സ്ഥലം പറഞ്ഞ പറയായിരുന്നു റോഡ് ആശ്രമ മൈതാനത്തിനടുത്ത് ഒരു ബൈപ്പാസ് പുതുതായിട്ട് പണിയുന്നുണ്ട്. കായലിന് നടുക്ക് 2 റോഡ് ജോയിൻ ചെയ്യുന്ന സ്ഥലം, ഒരു ഡെഡ് എൻഡ് പോലെ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി ഇന്നലെ ട്രെയിലറിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ ഇരിക്കുക. പക്ഷെ ഓൾറെഡി ഇപ്പോൾ എങ്ങനെയെന്ന് അറിയാമല്ല. പരമാവധി വന്നിട്ടെങ്കിൽ ചെന്നാൽ നമുക്ക് കിട്ടും. പക്ഷേ ഇവരിൻ്റെ കുറച്ച് സ്പീഡ് ആയാൽ പറ്റും. ഇന്നിപ്പം തന്നെ വന്നിട്ട് അര മണിക്കൂറോളം പറഞ്ഞു. അര മണിക്കൂർ പുറത്തുണ്ട്. അറൗണ്ട് 6 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇനി പരമാവധി ഒന്ന് നോക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി. വണ്ടി സർവീസ് കിട്ടി. നമ്മളിപ്പോൾ തേവള്ളി പാലത്തിൽ വന്നു. തേവള്ളി ബൈപ്പാസ് പാലത്തിൽ വന്നു. ചില ചാറ്റമഴയുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ട്രെയിലർ വീഡിയോ. അതിൻ്റെ ബാക്കി റെക്കോർഡ് ഷൂട്ടുമായിട്ട് വന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക, അതാണ് ഉദ്ദേശം. ഇംഗ്ലീഷ് വ്ലോഗ് എടുക്കാൻ വിചാരിച്ചതാണ്. പിന്നെ നല്ല മഴ കോളുണ്ട് നല്ല രീതിയിൽ. എത്രയും പെട്ടെന്ന് എടുത്ത് സ്കൂട്ടാവുക. ശരി. അപ്പോൾ സിദ്ധാർത്ഥ, ഇപ്പം ഈ ഒരു കായലിനെ പറ്റി പറഞ്ഞാൽ എന്തുമായിരിക്കും പറയാനുള്ളത്? കായലിനെ പറ്റി പറയാനാണ്, ഇതൊരു നല്ല കായലാണ്. ഈ കായലിന് വേണ്ടി ആ സാധനമല്ല, വേറെന്തെങ്കിലും, അതായത് ഇപ്പം ഇൻഫർമേറ്റീവായിട്ട്. അഷ്ടമുടി എന്നാണ് ഈ കായലിൻ്റെ പേര്. ഓക്കെ. അഷ്ടം എന്ന് പറയുമ്പോൾ 8 മുടി. ഓക്കെ. ഇത് പരമശിവനെ വേണമെങ്കിൽ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പണ്ട് ഇതിന് പേര് വന്നത്. അപ്പോൾ ഈ അഷ്ടമുടിക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ മുങ്ങിൽ തപ്പിയാൽ സ്വർണ്ണമോ നിധിശേഖരങ്ങളോ ഒക്കെ കിട്ടിയെന്ന് ഇരിക്കും. കാരണം പണ്ട് കായംകുളം രാജാവിന് തിരുവിതാംകൂർ ആക്രമിച്ചപ്പോൾ, മാർത്താണ്ഡവർമ്മ ആക്രമിച്ചപ്പോൾ കായംകുളം രാജാവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണ്ടവും എല്ലാം അഷ്ടമുടിക്കാരി മുക്കിയിട്ടാണ് മച്ചാൻ മലബാറിലോട്ട് മുങ്ങിയത്. അപ്പോൾ ഇത് എവിടെയെങ്കിലൊക്കെ തപ്പി ചിലപ്പോൾ കിട്ടിയതായിരിക്കും. ഒന്ന് ഇറങ്ങിയാലോ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാം ഇപ്പോൾ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റാൻഡ് വെച്ചോണ്ട് ഇരിപ്പുണ്ട്. കുറച്ച് ക്രിഞ്ചി പോലെ തോന്നുന്നു സ്ലൈറ്റ്ലി. അതാ ആ പറഞ്ഞാൽ പോയി ശരിയാണ്. അപ്പം അതിപ്പോൾ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പാക്ക് ചെയ്യാൻ പോവാം. ഓൾറെഡി നല്ല ഇതായി, നല്ല ഡാർക്കായി വരുന്നത്. പിന്നെ കുറച്ച് ക്ലോസ് ഷോട്ട് ഞാൻ കാണിച്ചു തരാം. പാമ്പ് പോലെ. അതെ.
നമ്മൾ ഇന്നലെ വീഡിയോ എന്ത് ചെയ്യാൻ മറന്നുപോയി. ഇന്നലെ വന്നപ്പോൾ ചില താമസമായിരുന്നു. പിന്നെ തലവേദനയായി, അതാ പിന്നെ ഇതിൻ്റെ വീഡിയോ എന്ത് ചെയ്യാൻ പറ്റുന്നത്. സിദ്ധാർത്ഥിന് ഫൈനാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കണ്ടൻസ് വല്ലതും വരുവാണെങ്കിൽ നമ്മൾ ഇരുണ്ടായിരിക്കും. അപ്പം ശരി.